ട്രക്കിங் ரொம்ப கஷ்டம் தம்பி, காலெல்லாம் குறது. വാട്ടർഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുത്തനുള്ള ഇറക്കാണ്. അത്തിപ്പഴം കാട്ടത്തിയാണിത്. റോഡിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു പോവാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലിമലയിലാണ്. കൊല്ലിമലയിൽ ആലപ്പുരേഷൻ ടെമ്പിൾ, അതേപോലെ ആകായംഗ വാട്ടർഫാൾസ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കൊല്ലിമലയിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലം എന്ന് പറയുന്നത് ആകായംഗ വാട്ടർഫാൾസാണ്. അതാണ് ഈ കൊല്ലിമലയുടെ തന്നെ ഒരു മാറ്റ് കൂട്ടുന്നത്. ഇവിടുത്തെ സഞ്ചാരികൾ ഇങ്ങോട്ട് മാടി വിളിക്കുന്ന മെയിനായിട്ടുള്ളൊരു കാരണം കൂടിയാണ് ഈ ആകായംഗ വാട്ടർഫാൾസ്. അപ്പോൾ ഈ ആകായംഗ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുരേശ്വരൻ ഈ ഒരു അമ്പലത്തിൻ്റെ മുൻപിലായിട്ടാണ്. അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഈ അമ്പലം കാണുമ്പോൾ ഒരു ചെറിയ അമ്പലമാണെങ്കിൽ കൂടി നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീല് അത് ഒന്ന് വേറെ തന്നെ. അപ്പോൾ മെയിനായിട്ട് സൈലൻസാണ്. അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും അമ്പലത്തിൽ നിന്നുള്ള ചെറിയ പാട്ടുകളൊക്കെ കേൾക്കുന്നതുകൊണ്ടും മൈൻഡൊക്കെ ഒന്ന് കൂളാവുന്നുണ്ട്, മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാലത്തൊരു 8 മണി ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ, 8 മണി 8:30യുടെ ഉള്ളിലായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഒരു തിരക്കൊക്കെ കുറവ്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ചാരികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. മലപ്പുറം ടെമ്പിൾ ചക്ക ഇതെന്താ വില? ഇതെന്നാ വില? അര കിലോ. ഇതെന്താ പേര്? അത്തിപ്പഴോ? വേണോ? പോയിട്ട് വരാം. അവിടെ വാട്ടർഫാൾസ് ആകായംഗ പോയിട്ട് തിരുമ്പോ ഒന്ന് വാങ്ങാം കേട്ടോ. അത്തിപ്പഴം കിലോ അര കിലോ 100 രൂപ. അപ്പൊ കിലോ 200 രൂപ. ഇവിടെ പൂജയ്ക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു തിരക്കുള്ള സമയത്ത് ക്യൂ നിൽക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് തോന്നുന്നുണ്ട്. കൊല്ലിമലയിലേക്ക് വന്നാൽ തന്നെ നമുക്ക് പലചരക്ക് സാധനങ്ങൾ, അതായത് ഇവിടെ കൃഷി ചെയ്യുന്ന ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ, ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയ ഷോപ്പാണ് ഇത്. ഈ ആലപ്പുരേഷൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. മാത്രമല്ല കാട്ടുതേന്, ചെറുതേന് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതും കുറച്ച് റേറ്റ് കുറവിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. കൊല്ലിമലയിൽ വന്നാൽ കിട്ടുന്നൊരു സ്പെഷ്യലായിട്ടുള്ള സൂപ്പാണ് കേട്ടോ. അത് ഒരു അടിപൊളി സാധനമാണ്. ഇതിൻ്റെ പാക്കറ്റൊക്കെ ഇവിടെ ഉണ്ട്, വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ മാതിരിയാണ് തരുന്നത്. 20 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സൂപ്പ് കൊള്ളാം. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ ഈ സൂപ്പ് കുടിക്കാനായിട്ട് മറക്കണ്ട. അത്യാവശ്യം നല്ലൊരു സൂപ്പാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ആലപ്പുരേശ്വരം ഈ അമ്പലത്തിൻ്റെ അവിടെ നേരെ ലെഫ്റ്റിലോട്ട് പോവാം.
ഇതാണ് നമ്മൾ ആകായഗംഗ ഫാൾസ് ഉള്ളത്. ടിക്കറ്റ് നമ്മൾ ഈ ആകായഗംഗ വാട്ടർഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എൻട്രൻസിൽ തന്നെ ഒരാൾ ഇരിക്കുന്നുണ്ട്. മൂപ്പരാള് നമ്മളെ ബാഗ് മറ്റു കാര്യങ്ങളൊക്കെ മൊത്തം ചെക്ക് ചെയ്യും. ബാഗ് ചെക്ക് ചെയ്തിട്ട് സോപ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. എന്താ വെച്ചാൽ അവിടെ സോപ്പ് ആയിട്ട് താഴ്ത്തിക്ക് പോകാൻ പറ്റില്ല. അവിടെ ഇതില്ല, അലൗഡല്ല, സോപ്പ് അലൗഡല്ല. അതുപോലെ തന്നെ നമ്മളെ ബാഗിൽ കവറുകളുണ്ടോ, അതേപോലെ തന്നെ ബോട്ടിൽസ് ഉണ്ടോ, അതൊക്കെ ഇവർ നോക്കും. അതിനൊക്കെ ഒരു സെപ്പറേറ്റ് ചീട്ടാക്കി തരും. ബോട്ടിലിന് 10 രൂപ, അതേപോലെ തന്നെ കവർ ഉണ്ടെങ്കിൽ അതിന് 10 രൂപ. അങ്ങനെയാണ് ഇതിൻ്റെ ചാർജ്. ഈ ചാർജ് എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ പൈസ നമുക്ക് തിരികെ തരും. ബോട്ടിലാണ് കൊണ്ടുപോകണ്ട, ബോട്ടിൽ അവിടെ ഇട്ട് വരാൻ പാടില്ല. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 1000 ചില്ല സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം താഴത്തെത്താനായിട്ട്. എന്നാലും മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫാൾസാണിത്. അതുകൊണ്ടാണ് നമ്മൾ കൊല്ലി ഹിൽസ് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഈ ആകായഗംഗ എന്ന് പറഞ്ഞാൽ തന്നെ ആകാശഗംഗ എന്നാണ് അർത്ഥാക്കണത്. സ്റ്റെപ്പൊക്കെ പിടുത്തം വിട്ട സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പുകളൊക്കെ കുത്തനുള്ള ഇറക്കാണ്. ആരോ പറഞ്ഞ മാതിരി കാലിനൊക്കെ നല്ല ആവുന്നുണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി. 1000-ഓളം പടികൾ തിരിച്ച് കയറും വേണം. സംഭവം കൊള്ളാം. പിടുത്തമിട്ട ഇറക്കട്ടോ. വരുമ്പോഴേക്ക് കാലൊക്കെ ഒരു വിധമാണ് ലക്ഷണം കാണുന്നത്. നമ്മൾ ഇത്രയും ലഗേജ് ആയിട്ടാണ് പോകുന്നത്. ഹെൽമെറ്റ് വിത്ത് ബാഗ് എല്ലാ സാധനമുണ്ട്. പറയുമ്പോൾ ഇതൊരു ട്രക്കിംഗ് ആയിട്ട് നമുക്ക് കണക്കൂട്ടുണ്ടായിരുന്നു. ഒരു സംഭവമാണ്. ദൈവമേ, പണിയാണ്. ഇവിടെ ഒരു സംഭവം കുഴിയോ, അരക്കുഴിയാണ്. നീ മറ്റേ പോയാൽ ട്രക്കിങ് കുറച്ച് റിസ്ക്കാണ്. ഒരുപാട് സ്റ്റെപ്പുകളുള്ളതുകൊണ്ട് അത് ഇത്ര ലഗേജുണ്ട് അല്ലേ. അതിൽ നമ്മൾ പോയേക്കാം. കുറേ ഉണ്ടോ ഞാൻ ദൂരം എടുക്കാം. Ini kan ya? Panjang. Trekking ரொம்ப கஷ்டம் தம்பி. காலெல்லாம் குறது. ஐயோ முடியல. இப்படி குத்தன இந்த ശബരിമലയ്ക്ക് പോണതിനെക്കാട്ടും കഷ്ടമാണല്ലോ ഇത്.
പാറ പൊട്ടിച്ചുണ്ടാക്കിയതാ. വാട്ട് ബ്യൂട്ടിഫുൾ. ഇപ്പം ഏകദേശം വാട്ടർഫാൾസിൻ്റെ അടുത്തെത്താറായി. ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഭയങ്കര റിസ്ക്കാട്ടോ ട്രക്കിങ് പിടുത്തമിട്ട റിസ്ക്കാണ്. കാല് രണ്ടും ഏകദേശം കുഴഞ്ഞൊരവസ്ഥ. ഇത്ര ദൂരത്ത് നിന്നിട്ട് പോലും അവിടെ നിന്നുള്ള ആ വെള്ളം ഇങ്ങോട്ട് എത്തുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ് കുളിക്കും. ശീതത്തിനടിക്കലും ഇതുവരെ ശീതത്തിനടിക്കില്ല അല്ലേ? വ്യത്യാസങ്ങളാണ്. ശരി, നോക്കാം. നമുക്ക് കാറ്റ് ഭയങ്കര പറഞ്ഞു തരിക. കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. Allah. കൊല്ലി ഹിൽസ് വരുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലേസ് എന്തായാലും മിസ് ചെയ്യരുത്. ഇതൊരു കിടിലൻ പ്ലേസാണ്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ഇറങ്ങിയാൽ കൂടി നമ്മൾ ഈ വാട്ടർഫാൾസ് കണ്ടാൽ തന്നെ നമ്മൾ ആ കഷ്ടപ്പാടൊക്കെ നമ്മൾ മറക്കും. പക്ഷെ അത്രയ്ക്ക് അടിപൊളിയാട്ടോ. നിങ്ങൾ എന്തായാലും വരുമ്പോൾ ഇവിടെ വരിക. സൂപ്പറാണ്. പിന്നെ എന്തായാലും നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ കൊടുത്തു നമ്മൾ തിരിച്ച് കയറാനുള്ള പരിപാടിയാണ്. കയറുന്നത് കുറച്ചുകൂടി നമ്മൾ ഇറങ്ങിയ പോലെയല്ല, അതിനെക്കാട്ടിയും കുറച്ച് റിസ്ക്കാണ്. എന്ന് വെച്ചാൽ ലഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് മെല്ലെ 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 കയറി പോകാൻ പറ്റുള്ളൂ. വാട്ടർഫാൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തു നിന്നുള്ള കാഴ്ചയാണ് ഇതൊക്കെ. പലതരം കിഴങ്ങുകളും ചക്ക, അതേപോലെ പഴം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അത്തിപ്പഴം, കാട്ടത്തിയാണിത്. മധുരം തീരെ ഉണ്ടാവില്ല. അപ്പോൾ തേനുകൾ, ചാമ്പയ്ക്ക, അങ്ങനെ പല നമ്മൾ ഞാൻ കാണാത്ത പല സംഭവങ്ങളും കിഴങ്ങുകളും വർഗ്ഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ താഴത്തോട്ട് ഇറങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും പഴമോ ഒരു കുപ്പി വെള്ളമോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഇറക്കായതുകൊണ്ടും പിന്നെ അവിടെ താഴത്ത് മൊത്തം ഒരു കാട് മാതിരിയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഒരു വാട്ടർഫാൾസ്. കാട്ടിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ പോകുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ ഈ അത്തി കുറച്ച് മേടിച്ചുകൊണ്ട് പോയി.
നമുക്കറിയില്ല, ആദ്യമായിട്ട് കാണാണ് ഈ എത്തിയത്. നമ്മളെ അത് കഴിക്കാൻ പറ്റുന്ന കാട്ടത്തി ഞാൻ മധുരമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ അത് കഴിക്കൽ കുറച്ച് റിസ്ക്കാണ്. നമ്മൾ തേനൊക്കെ ഇട്ടിട്ട് കഴിക്കേണ്ടി വരും. വലിയ ടേസ്റ്റും കാര്യങ്ങളും ഇല്ല. മാത്രമല്ല നമ്മളെ കേരളത്തിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ആകാശഗംഗ വാട്ടർഫാൾസിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് മാസില്ല ഫാൾസിലെത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ഇവിടെ കുക്കിംഗ് ആണ് മെയിനായിട്ട്. ഇവർ ഫുഡ് ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നതാണ്. എന്തോ ഒരു പേര് പറഞ്ഞു, എനിക്ക് കറക്റ്റായിട്ട് കഴിക്കാനും അങ്ങനെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് കഴിക്കാനും തോന്നില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ. പിന്നെ ഇവിടെ ഉണ്ടായ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇവിടെ വെച്ച് വെക്കുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിങ്ങിനായിട്ടുള്ള ഷോപ്പുകൾ ചെറിയ ചെറിയ ഒരുപാടുണ്ട് ഇവിടെ. അതാണ് ആകാശഗംഗയും ഇവിടെയും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ആകാശഗംഗയുടെ അത്ര ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഇവിടെ ഇല്ല, അത്രത്തോളം കാണാൻ പറ്റുന്നില്ല. കാരണം ചക്കയൊക്കെ വെച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അടുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാട്ടർഫാൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആകാശഗംഗ നമ്മൾ 1196 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ താഴത്തോട്ട് പോയിട്ട് വേണം കാണാനായിട്ട്. ഇത് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്. ഏത് എത്ര വയസ്സായവർക്കും വയ്യാതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഞാൻ വരാൻ ശ്രമിച്ചാൽ എത്താൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. അത്ര അടുത്താണ് ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെയാണ് ഒന്നുകൂടി കുളിക്കാനായിട്ട് നല്ലത്. വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല. മാത്രമല്ല വെള്ളത്തിനും ഫോഴ്സ് കുറവാണ്. ആകാശഗംഗ ഏകദേശം 300 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം വരുന്നതെങ്കിൽ ഇത് ഏകദേശം 100 അടി അത്രേ ഉയരമുള്ളൂ. അതുകൊണ്ട് നല്ല മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, നല്ല അടിപൊളി വെള്ളമായിരിക്കും. പിന്നെ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂം, അതേപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ പ്രശ്നങ്ങൾ ലേഡീസിനായിട്ടുള്ള സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാൾസ് മാസില്ല ഫാൾസ്. കുളിക്കണമെന്നുണ്ടെങ്കിൽ ആകാശഗംഗയെക്കാട്ടും നല്ല ഇവിടെ കേട്ടോ. സുഖമായിട്ടൊന്ന് കുളിക്കാം. മാസില്ല ഫാൾസ് കണ്ടതിന് ശേഷം നമ്മളവിടുന്ന് വണ്ടി തിരിച്ചു. എന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ അടുത്ത് ഫുഡ് കഴിക്കണം. എന്തായാലും ചുരം ഇറങ്ങിയിട്ട് അടിയിൽ നിന്ന് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സത്യമംഗലം ഫോറസ്റ്റ് പിടിക്കണം എന്നാണ് ആഗ്രഹം. കൊല്ലിമലയിൽ കാണാനായിട്ട് ഈ 2 സ്ഥലങ്ങൾ മാത്രമല്ല കേട്ടോ, വ്യൂ പോയിന്റുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കൊല്ലിമല. പിന്നെ ഞാനിപ്പോൾ വരുന്നതിൻ്റെ മുന്നേ എൻ്റെ ഒരു ധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ റിസോർട്ടുകളും ഹോം സ്റ്റേ അതുപോലുള്ള സംഭവങ്ങളൊക്കെ നിൽക്കാനായിട്ടുള്ള താമസിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ കുറവാണെന്ന് വിചാരിച്ചിരുന്നത്. അത്യാവശ്യം ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, അടിപൊളിയാണ്. ഇതോ ഒരു 100 ഇത് 100 അല്ലേ? ഇതെന്താ മാമ്പഴം? മകനല്ലേ? ആ, ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നിർത്തിയത് കൊല്ലിമലയിലേക്കുള്ള എൻട്രി പോയിൻ്റായ കാരവല്ലിയിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. ഈ ഹോട്ടലാണ്, ചോല എന്ന് പറഞ്ഞ ഈ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. ഫുഡ് അത്യാവശ്യം ഉച്ചയ്ക്കുള്ള ഫുഡ് കൊള്ളായിരുന്നു. 90 രൂപയാണ് റേറ്റ് വരുന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം തന്നെ നമ്മൾ നേരെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ വണ്ടി എടുത്ത് ഇറങ്ങി. നമുക്ക് ഇനി ഏകദേശം ഒരു 3-3.5 മണിക്കൂർ യാത്ര ചെയ്യാണ്ട്.
നമ്മൾ ഏകദേശം ഒരു 8 മണി ഒക്കെ ആകുമ്പോൾ എത്തും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പോകുന്ന സ്ഥലം സത്യമംഗലം ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഗോപിച്ചെട്ടിപ്പാളയം. അത് എനിക്കൊരു പരിചയമില്ലാത്ത സ്ഥലമാണ്. ഇതിലൊക്കെ നോക്കിയിട്ടും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടും റൂമും കാര്യങ്ങളൊക്കെ സെറ്റാകുമോ എന്നുള്ളൊരു പ്രതീക്ഷയില്ല. എന്തായാലും നമ്മൾ ഒന്നില്ലെങ്കിൽ ഗോപിച്ചെട്ടിപ്പാളയത്ത് റൂം എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഈറോഡ് റൂം എടുക്കാനാണ് ചാൻസ്. എന്തായാലും നോക്കി നോക്കാം. ഈ ഗോപിച്ചെട്ടിപ്പാളയത്ത് റൂം എടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ 36 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗോപിച്ചെട്ടിപ്പാളയത്ത് നിന്ന് സത്യമംഗലം ഫോറസ്റ്റിലേക്ക്. അതായത് നമുക്ക് പുലർച്ചെ എണിച്ചിട്ട് നേരത്തെ പോവാം. ഈറോഡാണെങ്കിൽ ഏകദേശം 70-75 കിലോമീറ്ററിൻ്റെ അടുത്ത് യാത്ര ചെയ്യേണ്ടി വരും. അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം കാലത്ത് തന്നെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയുള്ളത്. നമ്മൾ 2 കൽപ്പിച്ച് പോവുകയാണ്. അവിടെ എന്ന് വെച്ചാൽ റൂമുകളൊക്കെ നോക്കുമ്പോൾ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള റൂമുകളാണ് കാണുന്നത്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കിട്ടുമോ നോക്കട്ടെ, എന്തായാലും പോയി നോക്കാം. ഈ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയണം. എന്താണെന്ന് വെച്ചാൽ നല്ല നീറ്റ് റോഡാട്ടോ, കുണ്ടുമില്ല കുഴിയില്ല, നല്ല സ്റ്റഡി ആയിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകാം. മാത്രമല്ല വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് രാത്രി ഗോപിച്ചെട്ടിപ്പാളയത്ത് സ്റ്റേ അടിച്ചിട്ട് നാളെ കാലത്തായിരിക്കും സത്യമംഗലം ഫോറസ്റ്റ്, അതേപോലെ തന്നെ മൈസൂർ റോഡ് പിടിക്കുക, ദിമ്പം റൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണം ഒന്ന് അമർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത ഒരു എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.